Kitty Toon Adventures. കേശുവിന്റെ അഹങ്കാരം. ഒരിടത്തൊരിടത്ത് വലിയൊരു കാടുണ്ടായിരുന്നു. ആനക്കാട് എന്നാണ് ആ കാട് അറിയപ്പെട്ടിരുന്നത്. കാരണം അവിടെ ഒരുപാട് ആനകൾ ഉണ്ടായിരുന്നു. ആനകൾക്ക് പുറമേ കടുവ, പുലി, കുറുക്കൻ, കുരങ്ങൻ, പാമ്പ്, മയിൽ, മൂങ്ങ, കരടി അങ്ങനെ ഒരുപാട് ജീവികളും ഉണ്ടായിരുന്നു. ആനക്കാട്ടിലെ മഹാകുറുമ്പനായ ആനയാണ് കേശു. കേശു വളരെ അഹങ്കാരിയുമായിരുന്നു. ഒരു ദിവസം കേശു തന്റെ കൂട്ടുകാരനായ കിട്ടുകുരങ്ങന്റെ കൂടെ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. കാട്ടിലെ പുഴകളും മരങ്ങളും എല്ലാം കണ്ട്, മറ്റു മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കണ്ട് അവർ പതിയെ കാട്ടുപാതയിലൂടെ നടന്നു. നടക്കുന്നതിനിടയിൽ കേശു കിട്ടുവിനോട് പറഞ്ഞു, ഞാൻ ഒരു ഭാഗ്യവാൻ തന്നെ. ഈ കാട്ടിൽ എത്രയേറെ ജീവികളുണ്ട്. പക്ഷേ അവയെക്കാളൊക്കെ വലിപ്പവും ഭാരവും എനിക്കാണ്. നിന്നെപ്പോലെയുള്ള മൃഗങ്ങൾക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ കാട്ടിൽ നിങ്ങൾ എന്നും മറ്റു മൃഗങ്ങളുടെ ആക്രമണത്തെ പേടിച്ചു കഴിയണ്ടേ? എനിക്കാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല. മിക്കവാറും കുറച്ചുകാലം കൂടി കഴിഞ്ഞാൽ ഇവിടെ മറ്റു മൃഗങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ആപത്ത് വന്നാൽ നിങ്ങളെപ്പോലെ ഉള്ള പാവം ജീവികൾ എന്തു ചെയ്യും എന്നാണ് എന്റെ പേടി. അങ്ങനെ എന്തെങ്കിലും വന്നാൽ ആനക്കാട്ടിൽ ആനകൾ മാത്രമേ ഉണ്ടാവൂ. ഹാ 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 ഹാ. കേശുവാനയുടെ അഹങ്കാരത്തോടുള്ള വാക്കുകൾ കേട്ട് കിട്ടുകുരങ്ങൻ പറഞ്ഞു, ചങ്ങാതി, അങ്ങനെ പറയാൻ വരട്ടെ. കാര്യം നീ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. പക്ഷേ വലിപ്പത്തിൽ മാത്രമല്ല കാര്യം. ഇവിടെയുള്ള ഓരോരോ മൃഗങ്ങൾക്കും ഓരോരോ കഴിവുകളുണ്ട്. എല്ലാ മൃഗങ്ങളും ഉണ്ടായാലേ ഈ കാടിന് നിലനിൽക്കാനാവുള്ളൂ. പിന്നെ ആപത്ത് ഏത് രൂപത്തിലാണ് വരിക എന്ന് പറയാനാവില്ല. അപ്പോൾ ആരാണ് രക്ഷപ്പെടുക എന്നും നമുക്ക് പറയാനാവില്ല. ഇതു കേട്ട കേശു പറഞ്ഞു, നീ എന്ത് പറഞ്ഞാലും ഈ കാട്ടിലെ ഏറ്റവും വലിയവനും കേമനും ഞാൻ തന്നെ. കിട്ടു പറഞ്ഞു, നിന്നോട് തർക്കിക്കാൻ ഞാൻ ഇല്ല ചങ്ങാതി. ദിവസങ്ങൾ പലതു കടന്നുപോയി. ഒരു ദിവസം രാത്രിയിൽ കാട്ടിലെ എല്ലാ ജീവികളും ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ആനക്കാട്ടിൽ കാട്ടുതീ ഉയർന്നു. അത് മരങ്ങൾ തോറും പടർന്നു പിടിച്ച് വലുതായിക്കൊണ്ടേയിരുന്നു. മൃഗങ്ങളെല്ലാം പേടിച്ച് കാട്ടിലെ പുഴ കടന്ന് അപ്പുറത്തേക്ക് എത്താൻ വേണ്ടി ഓടി. അയ്യോ, എല്ലാവരും ഓടിക്കോ, പുഴ കടന്ന് അപ്പുറത്തേക്ക് പോവാം. കരടിയും കുരങ്ങനും പുലിയും എല്ലാം വേഗത്തിൽ ഓടി. കേശു വേഗത്തിൽ അവരുടെ കൂടെ എത്താൻ ശ്രമിച്ചെങ്കിലും അവന് അവന്റെ വലിപ്പവും ഭാരവും കാരണം പെട്ടെന്ന് ഓടാൻ കഴിഞ്ഞില്ല. കാട്ടുതീ പുറകിൽ പടർന്നു പിടിച്ചു വരുന്നത് കണ്ട് അവൻ പേടിച്ചു വിറച്ചു. മറ്റു മൃഗങ്ങളെല്ലാം പുഴയുടെ അക്കരെ എത്തിയതിനു ശേഷമാണ് ആനയായ കേശു എത്തിയത്. ഓടിയും നീന്തിയും അവൻ ആകെ തളർന്നു. ഈ സമയം കിട്ടുകുരങ്ങൻ കേശുവിനോട് പറഞ്ഞു, ചങ്ങാതി, ഞാൻ അന്ന് നിന്നോട് പറഞ്ഞല്ലേ, എപ്പോഴാണ് എന്ത് ആപത്താണ് വരിക എന്നൊന്നും നമുക്കാർക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. ഇന്ന് കാട്ടുതീ വന്നപ്പോൾ രക്ഷപ്പെടാൻ ഏറ്റവും പ്രയാസപ്പെട്ടത് നീയല്ലേ. നമ്മുടെ വലിപ്പത്തിലും കഴിവിലും നമുക്ക് സന്തോഷിക്കാം. പക്ഷെ ഒരിക്കലും അഹങ്കാരിയായി മാറരുത്. ഇതു കേട്ട കേശു പറഞ്ഞു, കിട്ടു, നീ പറഞ്ഞത് വളരെ ശരിയാണ്. എന്റെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയാണിത്. അഹങ്കാരം നല്ലതല്ല എന്ന് നീ എനിക്ക് മനസ്സിലാക്കി തന്നു. വളരെ നന്ദി ചങ്ങാതി. പിന്നീട് കേശുവും കിട്ടുവും ആനക്കാട്ടിൽ സുഖമായി ചിരിച്ചും കളിച്ചും ജീവിച്ചു.